ഹലോ ഹായ്, എല്ലാവർക്കും നമ്മളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മരച്ചീനി വെച്ചുള്ള ഒരു കറിയാണ്. നമ്മൾ വേവിച്ച കപ്പയോ പുഴുങ്ങിയ കപ്പയോ അധികം വന്നു കഴിഞ്ഞാൽ അല്ലേ, നമുക്കതുകൊണ്ട് ഒരു അടിപൊളി കറി ഉണ്ടാക്കാം. നമ്മളിന്ന് അങ്ങനൊരു കറിയാണ് ഉണ്ടാക്കുന്നത്. നമ്മളിന്ന് കപ്പ കുറേ വേവിച്ചു, അത് അധികം വന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളിന്നതൊരു കറിയാക്കാൻ പോകും. കുറച്ച് തേങ്ങ ചിരകിയത്, കുറച്ച് ജീരകം, 2 വറ്റൽമുളക് മുറിച്ചത്, കുറച്ച് വെളുത്തുള്ളി അല്ലി എന്നിവ ചേർത്ത് ഈ പരുവത്തിൽ നന്നായി അരച്ചെടുക്കുക. 1/2 ടീസ്പൂൺ കടുകിടുക. 1 പച്ചമുളക് മുറിച്ചത് ഇട്ട് കൊടുത്തു. ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു. ശേഷം നമ്മൾ ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ അരച്ച് ചെയ്യുന്ന അരച്ച് ചേർത്ത് കൊടുക്കുന്നു. അരപ്പ് നല്ലപോലെ തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന കപ്പ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ അരപ്പൊക്കെ തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ കപ്പ ചേർത്ത് കൊടുക്കുകയാണ്. നല്ലൊരു ഇളക്കി എല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കാം. ശകലം കൂടെ വെള്ളം ചേർക്കേണ്ടി വരും, ഗ്രേവി കുറവാണെന്നാണ് തോന്നുന്നത്. ഇനി നമ്മൾ വെള്ളം ഇളക്കി മിക്സ് ചെയ്ത ശേഷം നമുക്ക് അടച്ചു വെച്ച് ഇത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കാം. ആൾറെഡി കപ്പയൊക്കെ വെന്തയാണ്, എന്നാലും ഒന്നുകൂടെ വെന്ത് ഉടയണം. ഇത് നമുക്കിനി മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ തിളയ്ക്കുന്നുണ്ട് നമ്മുടെ കറി. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെക്കാം. അങ്ങനെ നമ്മുടെ മരച്ചീനി കറി അടിപൊളിയായിട്ടുണ്ട്. നല്ല വെന്ത് നല്ല പരുവായിരിക്കുന്നുണ്ട്. വെന്ത് ഉടഞ്ഞ് നല്ലപോലെ. നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. നല്ല കുറിയൊക്കെ വന്നിട്ടുണ്ട്. എരിവും ഉപ്പിൽ നോക്കിയാൽ ഉണ്ടല്ലോ.